ഐഷി ഘോഷ് പങ്കെടുക്കുന്ന പരിപാടിക്ക് കണ്ണൂർ സർവകലാശാല അനുമതി നിഷേധിച്ച നടപടി അംഗീകരിക്കാനാകില്ലെന്ന് SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജോയൽ തോമസ്. VC-യുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഐഷി പങ്കെടുക്കേണ്ട ഷീ ഫെസ്റ്റിന് അനുമതി നിഷേധിച്ചത്. മുൻപും സമാന ഇടപെടലുകൾ സർവകലാശാല VC-യുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. SFI പരിപാടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റവുമില്ലാതെ നടക്കുമെന്നും ജോയൽ തോമസ് പറഞ്ഞു. സെമിനാർ ഹാളിൽ തന്നെ പരിപാടി സംഘടിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ഡിപ്പാർട്ട്മെൻറ്റ് യൂണിയൻ നടത്തുന്ന സ്റ്റുഡൻസ് യൂണിയൻ നടത്തുന്ന പരിപാടിയിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പരിപാടികൾ നിശ്ചയിക്കുന്നത് ഇവിടുത്തെ സർവകലാശാല VC അല്ല. ഐഷി ഘോഷ് എന്ന് പറയുന്ന SFIയുടെ നേതാവ് പങ്കെടുക്കുന്നു. ഡൽഹിയിൽ RSSകാരെ ഭയപ്പെടുത്തിയിട്ടുള്ള RSSകാരിൽ നിന്നും പേടിക്കുന്ന ഏറ്റവും കരുത്തുറ്റയായിട്ടുള്ള ജന്തർ മന്ദിറിലെ സമര പോരാളി പങ്കെടുക്കുന്നതുകൊണ്ടാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ കാര്യം മാത്രമേ VC-യോട് പറയാനുള്ളൂ. ഈ പരിപാടി നിശ്ചയിച്ച SFI ആണ്. ഈ പരിപാടി വൈസ് ചാൻസലറുടെ വീടിൻ്റെ മുറ്റത്ത് നടത്താനാണ് തീരുമാനിച്ചതെങ്കിൽ അവിടെ നടക്കും. ഇത് പാലയാട് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ പരിപാടി പാലയാട് ക്യാമ്പസിൽ ഇന്ന് പറഞ്ഞ സമയത്ത് ഈ പരിപാടി നടന്നിരിക്കും. അർജുൻ കല്യാണുണ്ട്. അർജുൻ കല്യാൺ, ജില്ലാ ഭാരവാഹി പറയുന്നത് പോലെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ഷീ ഫെസ്റ്റ് നടക്കുമോ? ഡോക്ടർ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന പാലാട് ക്യാമ്പസിലാണ്. പാലാട് ക്യാമ്പസിൽ ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ SFIയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഇവിടെ സജ്ജമാക്കി കഴിഞ്ഞു. ഈ ബാനറുകളും കൊടിതോരണങ്ങളും ഒക്കെ നീക്കണം എന്നുള്ളതൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. പക്ഷേ ഈ ബാനറുകളും കൊടിതോരണങ്ങളൊന്നും ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ല. ഇത് പുതുതായി ഒരു ബാനർ കൂടി ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം ഗവർണർക്ക് ആയിട്ടില്ല, പിന്നെയല്ലേ കണ്ണൂർ VC എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികൾ രാവിലെ ക്യാമ്പസിലെത്തുമ്പോൾ അവരുടെ കാൽപാദം പതിച്ച ബാനർ, അതായത് ഈ പറയുന്ന ബാനർ ചവിട്ടിയാണ് ഇവർ ഈ പറയുന്ന ക്യാമ്പസിലേക്ക് രാവിലെ തന്നെ കടന്നു വന്നത്. അതിൻ്റെ കാൽപ്പാടത്തിൻ്റെ ചിഹ്നങ്ങളൊക്കെയും ചെയ്യണം. SFIയുടെ ഇവിടെയുള്ള ക്യാമ്പസിലുള്ള ഭാരവാഹികൾ കൂടി, ഇവിടെയുള്ള ചെയർമാൻ ഗായത്രി ഉൾപ്പെടെയുള്ള നമ്മളോടൊപ്പം ഉണ്ട്. ഇവരെന്തായാലും പരിപാടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കണം. എന്തായാലും പരിപാടി നടത്താൻ തന്നെയാണ് തീരുമാനം. എന്തായാലും പരിപാടി നടത്തുക തന്നെ ചെയ്യും. ഒരു VC-യുടെ ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ പേരിൽ യൂണിയൻ പരിപാടി മാറ്റിവെക്കുകയൊന്നുമില്ല. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്റ്റുഡൻസ് യൂണിയനാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടി മുൻകൂട്ടി അറിയിച്ചതാണ് ഇവിടെ. എന്നാൽ പെട്ടെന്നൊരു അർദ്ധരാത്രിയിൽ വന്നിട്ട് പരിപാടി നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയിക്കാൻ വൈകിയിരുന്നു. ഇങ്ങനൊരു പരിപാടി നടത്താൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യം ഇവിടെയുള്ള ഡയറക്ടറെയോ അല്ലെങ്കിൽ സർവകലാശാലയോ ഒക്കെ അറിയിക്കുന്നതിൽ വൈകിയിരുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് അറിയിച്ചതാണ്. പെട്ടെന്നൊരു അർദ്ധരാത്രിയിൽ വന്നിട്ട് പരിപാടി നടത്താൻ പറ്റൂല എന്ന് പറയുന്നത് തീർത്തും വസ്തുതാ വിരുദ്ധമായിട്ട് ഒരു കാര്യമാണ്. ഞങ്ങൾ എന്തായാലും പരിപാടി നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവും. അതേ പൂർത്തിയാണ്. ഇവിടെയുള്ള ബാനറുകളും കൊടിതോരണങ്ങളും ഒക്കെ നീക്കം ചെയ്യണം എന്നൊക്കെയുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു. അതെ, ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് നമുക്ക് മെയിൽ വരുന്നത്, കൊടി മാറ്റണം, ബാനർ മാറ്റണം എന്നെല്ലാം പറഞ്ഞിട്ട്. എന്തായാലും ഞങ്ങൾ മാറ്റില്ല, പരിപാടി നടത്തും. ഒരു പ്രതീകാത്മകമായ രീതിയിൽ ഗവർണർക്ക് ആയിട്ടില്ല, പിന്നെയല്ലേ VC, അതിനകത്ത് വിദ്യാർത്ഥികൾ കാൽപാദമൊക്കെ പതിച്ചും കാണുന്നത് അതൊരു പ്രതീകാത്മക പ്രതിഷേധം എന്ന രീതിയിലാണ്. അതെ, പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കാർണിവൽ നടത്തിയ സമയത്ത് ഇതേപോലെ നിർത്തിവെക്കാനൊരു ഉത്തരവ് വന്നു. പക്ഷെ ഞങ്ങൾ നടത്തുക തന്നെ ചെയ്തു. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ പരിപാടി നടത്തും. ഇവിടെയുള്ള, അതായത് പാലയാട് ക്യാമ്പസിലെ വിദ്യാർത്ഥി യൂണിയൻ്റെ അധ്യക്ഷയാണ് ഇപ്പോൾ സംസാരിച്ചിട്ടുള്ള. വിദ്യാർത്ഥി നേതാക്കളെയൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. എന്തായാലും പരിപാടി നടത്തും എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് SFI നടത്തിയിരിക്കുന്നത്. ഇവിടെ ക്യാമ്പസിലുള്ള കൊടിതോരണങ്ങളൊക്കെ നീക്കം ചെയ്യണമെന്നുള്ള അറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ എന്തായാലും ആ തോരണങ്ങളും കൊടികളും ബാനറുകളും ഒക്കെ അതേ രീതിയിൽ തന്നെ ഇവിടെ തുടരുകയാണ്. സർവകലാശാല യൂണിയൻ്റെ അധ്യക്ഷൻ, അതായത് മുൻ അധ്യക്ഷൻ, നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ യൂണിയൻ അധികാരത്തിൽ വന്നു. പക്ഷേ തൊട്ട് മുൻപുള്ള അധ്യക്ഷൻ ഇവിടെയുണ്ട്. SFIയുടെ ജില്ലാ നേതാവ് കൂടിയാണ്. എന്തായാലും ഇതിൽ വിട്ടുവീഴ്ചയില്ല അല്ലേ? ഒരു വിട്ടുവീഴ്ച ഇതിനെ സംബന്ധിച്ചില്ല. SFI പരിപാടി നടത്തണം ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അത് സെമിനാർ ഹാളിലാണ് നടത്തണം തീരുമാനിച്ചത്. ആ സെമിനാർ ഹാളിൽ തന്നെ 11:30 മണിക്കാണ് നടത്തണം നമ്മൾ തീരുമാനിച്ചത്. കൃത്യം 11:30 മണിക്ക് തന്നെ പരിപാടി അവിടെ സംഘടിപ്പിക്കുന്ന നിലയുണ്ടാവും. ഒരു വർഗീയ ശക്തികൾക്കും അത് തടയാൻ വേണ്ടി. ശരി, നമുക്ക് ആ സമയമാകുമ്പോഴേക്ക് തിരുമ്പി വരാം. താങ്ക് യു. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മൾ ക്യാമ്പസിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പറഞ്ഞ SFI ആണെങ്കിൽ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സമയത്ത് ആ പരിപാടി നടത്തും.